ഹലോ നമസ്കാരം. വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്ന തേങ്ങാ ബർഫി. അടിപൊളി ഐറ്റമാണ് തേങ്ങാ ബർഫി. നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഉണ്ടാക്കി കഴിച്ചു നോക്കുക, അന്നേരം മനസ്സിലാകും. തേങ്ങാ ബർഫി എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല സൂപ്പർ ഒരു ഐറ്റമാണ്. കടകളിൽ പോയാൽ 400 തൊട്ട് 600 രൂപ വരെ കിലോയ്ക്ക് വില വരുന്ന ഒരു സാധനമാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അന്നേരം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണുക, പരമാവധി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ പഴയ വീഡിയോകളെല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുക. അന്നേരത്തേക്ക് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്ന 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടി, 2 ടീസ്പൂണ് നെയ്യ്, 1 ഗ്ലാസ് തേങ്ങ, 1 ഗ്ലാസ് കടലമാവ്, 1 ഗ്ലാസ് പഞ്ചസാര. ഈ കടലമാവ് തേങ്ങ എടുക്കുന്ന അതേ അളവിൽ തന്നെയാണ് പഞ്ചസാര എടുത്തിരിക്കുന്നത്. ഇനി മധുരം കൂടുതൽ വേണ്ടവർക്ക് ഇച്ചിരിയുടെ 1/4% കൂട്ടിയെടുക്കാവുന്നതാണ്. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിലോട്ട് കുറച്ച് നെയ്യിട്ട് നന്നായി തൂത്ത് വെക്കുക. നന്നായി നെയ്യ് എല്ലായിടും പറ്റത്തക്ക രീതിയിൽ തേച്ച് വെക്കുക. ഇനി നമ്മൾ തേങ്ങ എടുത്തിട്ട് മിക്സിയിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഏലക്ക പൊടിയില്ലെന്നുണ്ടെങ്കിൽ 3-4 ഏലക്ക ഇട്ടതിന് ശേഷം 4-5 ഏലക്ക ഇട്ടതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് ഒന്ന് കറക്കിയെടുക്കുക. മിക്സിയിലിട്ട് 2-3 വട്ടം ഒന്ന് കറക്കിയാൽ മതി, അന്നേരം ഈ പരുവത്തിനായി കിട്ടും. ഇതിനെക്കാട്ടി പൊടിയരുത്, ഈ പരുവത്തിന് എടുക്കുക. പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ ആ കടലമാവ് അടുപ്പിലിട്ടൊന്ന് വറുത്തെടുക്കേണ്ടതാണ്. ആ പച്ച ചെവ ഒന്ന് മാറാം, കടലമാവിൻ്റെ ഒരു പച്ച ചെവ ഒന്ന് മാറാൻ വേണ്ടി ഒന്ന് വറുത്തെടുക്കേണ്ടതാണ്. കടലമാവ് വറുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല മണം വരുന്നതാണ്. അന്നേരത്തേക്ക് നമുക്കിവിടെ പാകമായിട്ടുണ്ട്. അന്നേരത്തേക്ക് നമുക്കിത് കോരിയെടുക്കാം. പരമാവധി തീ കുറച്ചിടണം, ഒരു കാരണവശാലും കരിഞ്ഞു പോകരുത്. അന്നേരം ഒരു ചെറിയൊരു കളർ വ്യത്യാസം വരും. ഈ കടലമാവിൻ്റെ നല്ല മണം വരും. അന്നേരത്തേക്ക് നമുക്കിത് കോരിയെടുക്കാവുന്നതാണ്. ഒരു കളറ് ചെറിയതായിട്ടൊന്ന് എന്തോന്നാകുമ്പോൾ തന്നെ നമുക്ക് ഇത് കോരിയെടുക്കണം. അടുത്തത് നമ്മൾ തേങ്ങ വറുത്തെടുക്കുക. ചെറിയ തീ തന്നെ ആയിരിക്കണം, തീ കൂട്ടിയിടരുത്. ചെറിയൊരു കളർ വ്യത്യാസം. ഈ പരുവാകുമ്പോൾ തന്നെ തേങ്ങ നമ്മൾ കോരിയെടുത്ത് പാത്രത്തിലോട്ട് ഇടേണ്ടതാണ്. അതിനുശേഷം നമ്മൾ പഞ്ചസാര പാത്രത്തിലോട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇച്ചിരി തീ കൂട്ടിയിട്ടാലും കുഴപ്പമില്ല, ചെറിയ തീയിലാണ് നല്ലത്. ഇത്രയും ഉരുകണ്ട പഞ്ചസാര. അതിനു മുമ്പ് തന്നെ നിങ്ങൾ അതിനകത്തോട്ട് നിങ്ങൾ എടുത്തിരിക്കുന്ന പഞ്ചസാരയുടെ പകുതി വെള്ളം, അളവിൻ്റെ പകുതി വെള്ളം, ഇപ്പോൾ 1 ഗ്ലാസ്സാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി വെള്ളം ഒഴിച്ച് ഒന്ന് ഉരുക്കി ഒന്നുകൂടെ എടുക്കുക. പഞ്ചസാര ഉരുകിയതിന് ശേഷം ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് നമ്മൾ ആ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കയ്യിലൊട്ടാത്ത രീതിയിൽ ഉരുണ്ട് വരും. അന്നേരം ആ പഞ്ചസാര പാവ് റെഡിയായി. അന്നേരം ഈ പഞ്ചസാര പാവിലോട്ട് 1 സ്പൂൺ നെയ്യ് ഇട്ടതിന് ശേഷം നല്ലോണം ഉരുക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അതിനകത്തിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കുന്ന രീതിയിലാക്കിയതിന് ശേഷം, തേങ്ങ ഇടുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി, അതിനുശേഷം നമ്മൾ കടലമാവ് ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. അത് കുറച്ച് നമ്മൾ ഇങ്ങനെ മാവിട്ട് നല്ല വൃത്തിക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതേപോലെ ഇളക്കി കൊടുക്കുക. ഇത്രയും കുറിയതിന് ശേഷം നമ്മുടെ ബാലൻസ് ഇരിക്കുന്ന 1 ടീസ്പൂൺ നെയ്യുണ്ടല്ലോ, അത് ഇട്ടിട്ട് നല്ലോണം ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഇരിക്കുന്ന 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഉണ്ടല്ലോ, അതുകൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അന്നേരത്തേക്ക് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കുറുകും. ലാസ്റ്റ് സെഷനായി. ഇനി നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാറായി. ഈ പരുവാകുമ്പോഴത്തേക്ക് പാത്രത്തിലോട്ട് മാറ്റാം. അന്നേരം ബർഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അന്നേരം നമ്മൾ നേരത്തെ നെയ്യ് തേച്ച് വെച്ചിരുന്ന പാത്രം ഉണ്ടല്ലോ, അതിലോട്ട് നമ്മൾ ഈ ബർഫി ആണെങ്കിൽ ഇട്ടതിന് ശേഷം ഒരു സ്പൂൺ വെച്ച് ഒന്ന് എല്ലായിടവും ഒന്ന് കൊള്ളിക്കുക. ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് എല്ലായിടവും ഒന്ന് പരത്തിയെടുക്കുക. കുറച്ച് ചൂടാറിയതിന് ശേഷം ഇതേപോലെ ഒന്നുകൂടെ ഒന്ന് ലെവലാക്കി എടുക്കേണ്ടതാണ്. ഇതേപോലെ ഒന്നുകൂടെ ഒന്ന് ലെവലാക്കി എടുക്കുക കുറച്ച് ചൂടാറിയതിന് ശേഷം. ചെറിയൊരു ചൂടുള്ളപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത് നല്ലതാണ്. പിന്നെ ചൂടാറിക്കഴിയുമ്പോൾ ഇച്ചിരി കൂടെ ബുദ്ധിമുട്ടായിരിക്കും. അതിന് മുമ്പ് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക ചെറിയൊരു ചൂടിനകത്ത് തന്നെ.
അതിനുശേഷം ഇതേപോലെ കട്ട് ചെയ്ത് നമുക്ക് ഇളക്കിയെടുക്കാവുന്നതാണ്. വീഡിയോ കണ്ട് എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു. അന്നേരം ഓക്കെ, താങ്ക് യു.